അപ്പൊ നമുക്ക് നല്ല കോഴിക്കറി വെച്ച് നോക്കാന്ന്. ഇങ്ങനെ നല്ല അങ്കമാലി കോഴിക്കറി, അങ്കമാലി മാക്കറി എന്ന് ഫേമസായ പോലെ അങ്കമാലി കോഴിക്കറി. നല്ല ആട്ടിക്കൊണ്ടാണ് നാടൻ വെളിച്ചെണ്ണ അത് വെച്ചിട്ട് എല്ലാം തിരുമണം. നല്ല ഇങ്ങനെ പിടിച്ച് ഈ പിടിയിലാണ് ഇവൻ്റെ കോഴിക്കറിയുടെ സ്റ്റൈൽ അങ്ങനെ കൂടുന്നത്, സ്വാദൊക്കെ അങ്ങനെ കൂടുന്നതിൻ്റെ കാരണം. നാടൻ ചൊറുക്ക് ഒരു 2 തുള്ളി കൂടെ അവിടെ പിടിക്കുക അല്ലേ അങ്ങനെ. നാടൻ ചൊറുക്കിയിട്ട് തിരുമ്പ ഈ കോഴീനെ ഒരു ചെറിയ മുറിച്ചൊക്കെ ഉണ്ടെങ്കിലേ അതങ്ങനെ മാറും. പിടയ്ക്കണ സുന്ദരി കോഴിക്കുട്ടി ഇങ്ങനെ വാ തക്കടമുണ്ട്. ഇതിന്റെ കക്കാമണ്ടയൊക്കെ കൂടി ഇടുന്നു. അതാണ് കക്കാമണ്ട. അത് ക്ലീൻ ആക്കി എടുത്തിട്ട് കക്കാമണ്ട എന്ന് പറയും. ഇതൊക്കെ കൂടി ഇട്ട് ഇതിന്റെ എല്ലാ അവയവങ്ങളും. കോഴിക്ക് സങ്കടം തോന്നരുത് അല്ലേ. അത് ഇറച്ചിയാകുമ്പോഴും എല്ലാ ഐറ്റം അതിൽ വേണം അല്ലേ. അതിൻ്റെ പതിരും എല്ലാ സാധനങ്ങളും കൂടി ഇട്ടിട്ട് അങ്ങനെ തിരുമ്മി പിടിപ്പിച്ച് വെക്കണം. നമ്മൾ 2ാം പാലൊഴിച്ച് അടുപ്പിൽ കയറ്റുന്നത് മതി. അത് വേണ്ട പാലുണ്ടാ. ഉപ്പൊക്കെ ഇട്ടു. ഇപ്പം പറഞ്ഞിട്ടുള്ളവർ ഇതില് ഒരു അല്പം കൂടി. അങ്ങനെ പച്ച ആരും നോക്കൂല, അങ്ങനെ നോക്കൂല. ആ മുട്ട പറിച്ചെടുത്ത വേണേ ആവശ്യമുണ്ടെങ്കിൽ പോവും. പറിച്ചെടുത്ത മോനെ ഒരു കത്തി കൊണ്ടുപോയിട്ട് തന്നെ. ഇപ്പൊ 3 നാടൻ കോഴിയല്ലേ നമ്മളെടുത്തേ. 3 നാടൻ കോഴി ക്ലിയർ ചെയ്ത് എടുത്തു വെച്ചു. ഇത് കറി അങ്ങോട്ട് വാങ്ങി തിന്നുമ്പോ വീണ്ടും ആഗ്രഹം തോന്നണം. അതാണ് നാട്ടുകോഴി കറി വെച്ചാലുള്ളത്. പ്രത്യേകിച്ച് ഈ അങ്കമാലി സൈഡിലുള്ള നാടൻ കോഴിക്കറിക്ക് ഒരു പ്രത്യേക രുചി വൈവിധ്യം തന്നെ അല്ലേ. ആദ്യത്തെ ഇതിൽ ഉപ്പൊക്കെ ഇടുന്നത് വരെ എന്താ പറയുക, അതൊരു ഊഹ കണക്കാണ്. അതാരും ഉപ്പിട്ടിട്ട് നക്കി നോക്കത്തില്ല. ഉപ്പിടുന്നവന് ഇതൊരു ഊഹമാണ്. ഉപ്പിടുന്നവൻ്റെ കറിക്ക് സാധനങ്ങൾ കറി നന്നാവണത് അതൊരു ഊഹ കണക്കാണ്. അതിൽ നിന്നാണ് ഇത് വിജയിച്ച് പറഞ്ഞത്. അപ്പൊ നമുക്കിനി പാകപ്പെടുത്തിയിട്ട് വരാം കേട്ടോ. കോഴിനെ കിട്ടിയതൊക്കെ കോഴിയെ നമുക്ക് എല്ലാം തിരുമ്മി പിടിപ്പിച്ചപ്പോ നമുക്ക് അടുപ്പത്തേക്ക് വരാം. ഇത് നല്ല വിറകടുപ്പത്തിൽ തന്നെ വെക്കണം കേട്ടോ. കുക്കറിൽ കുക്ക് ചെയ്യരുത് പരമാവധി. ഈ നാടൻ കോഴി ശരിക്കും പറഞ്ഞാൽ നല്ല വിറകിൻ്റെ അടുപ്പിൽ കിടന്ന് നല്ല വേവണം. അവിടെയാണ് അതിന് ആ രുചി മണമൊക്കെ വരുള്ളൂ. എന്തോ ബിസിനസ് അല്ലേ. ഇടയ്ക്ക് ഇങ്ങനെ കൂടണം നമ്മളല്ലേ. നാടൻ കോഴിയൊക്കെ കറി വെച്ച് തിന്ന് കൂടണം. നമുക്ക് തുറന്നു നോക്കിയാലോ. തള വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഓയ് എന്തായി മമത? ഉരുളക്കൻ കട്ടിങ് അതോട് കാണാം. പിള്ളേരെ ബീഫ് ഉള്ളി അരിയുന്ന പിഗ് എല്ലാ സാധനം സ്പെഷ്യല്. അപ്പൊ ഇന്നത്തെ കോഴിക്കറി ഇവിടെ പൂർണ്ണമാവാൻ പോവാ. ഇനി കഴിക്കണം. അതെ എല്ലാം ആയി. കോഴിക്കറി ഫൈനലായി. നമ്മൾ ഉരുളക്കിഴങ്ങും കൂടി മിക്സ് ചെയ്താണ്ടോ കോഴിക്കറി വെക്കണേ. ഈ നാട്ടിലെ നാടൻ കോഴിക്കറി വെക്കുമ്പോൾ അങ്ങനത്തെ ഒരു പ്രത്യേകതയുണ്ട്. എന്നിട്ട് അത് ചെറുള്ളിയില്ലേ, കൊച്ചുള്ളി അങ്ങനെ മൂപ്പിച്ച് വേപ്പിലയും കൂടി കൂട്ടി ഇങ്ങനെ തന്നെ മുകളിലേക്ക് ഇങ്ങനെ ഇടണം. അപ്പോൾ ഫൈനലായത്. അപ്പം അങ്ങനെ അപ്പോൾ ഇതിങ്ങനെ ഒന്നാമത് സ്ക്വീസ് ചെയ്ത കണ്ടീഷനായിരുന്നു.
അപ്പൊ നമ്മുടെ ഇന്നത്തെ സൺഡേ കോഴിക്കറി റെഡി. നാട്ടു കോഴിക്കറി. ഇന്നത്തെ ഒരു കൂടിയൊക്കെ ശരിയായി. അപ്പൊ ഇത് ഇവിടുന്ന് വാങ്ങട്ടെ. വാങ്ങി ഇവിടെ നമ്മുടെ തട്ടകത്തിലേക്ക് കൊണ്ടാം. സെറ്റ്.